എക്സിബിഷൻ അവന്യൂ. ആ കടയിൽ ബോർഡാണല്ലോ എക്സിബിഷൻ അവന്യൂ ഗുദേബിയ. ഇവിടുന്ന് ബസ്സിൽ നമ്മൾ നേരെ പോകുന്നുള്ളത് മനാമയിലേക്ക് ഇതാണ് ഗുദേബിയ. നമുക്ക് പോയിന്റ് ആക്റ്റീവ് ആണല്ലോ. ഇപ്പം നല്ല റഷ് കൂടെ. ഇപ്പോൾ ഈ സമയത്ത് ഇത്ര റഷ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല റഷാവും. ഇപ്പോൾ ചങ്ങന്മാരെ ബഹ്റിൻ തന്നെയാണുള്ളത്. ബഹ്റിൻ നിന്ന് പോയില്ല, സൗദിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് സൗദിയിലേക്ക് പോകും. ഇന്ന് ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ സൗദിയിലേക്ക് പോകും. ഇപ്പോൾ ബഹ്റിനുള്ള ഏറ്റവും ടോപ്പിൽ ടെറസിൻ്റെ മേലെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ബഹ്റിൻ്റെ ഈ ഭാഗത്തുള്ള, അതായത് ഇപ്പോൾ ഗുദേബിയ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഗുദേബിയയിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതിന് മേലെ ഏറ്റവും ടോപ്പ് നമുക്ക് ഗുദേബിയും മനാമ കാണാം. ബാക്കിൽ കാണുന്നതെല്ലാം അങ്ങോട്ട് മനാമ കേട്ടാ. ഇപ്പോൾ സൂര്യ ഉച്ച വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സൂര്യ ഉച്ച നല്ല വെയിലുണ്ട്. സൂര്യ ഉച്ച വന്നിട്ട് ചൂട് കുറവുണ്ട്. ഇപ്പോൾ നല്ല കാറ്റുണ്ട്, ചൂട്. എനിക്കൊന്ന് മഞ്ഞ് ഉണ്ടെന്ന് തോന്നുന്നത്. ഫോഗായിട്ട് അങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്ന് കാണാം. ബഹ്റൈനിലെ ആകാശ കാഴ്ചകളായി കാണുന്നുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് കാണുന്നത് ഗ്രാൻഡ് മോസ്ക്. ആ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്ക്. ഇപ്പോൾ നമ്മളുള്ളത് ഗുദേബിയ ഭാഗത്താണ്. ഈ കാണുന്നതാണ് UAE എംബസി. ഈ കാണുന്നത് UAE എംബസി ആണ്. അതിൻ്റെ അപ്പുറത്തെ പോലീസ് പിന്നെ വണ്ടിയും കാര്യങ്ങൾ അതൊക്കെ പോലീസ് വണ്ടിയാണ് കാണുന്നതൊക്കെ. ഇതൊരു സെക്യൂരിറ്റി മിലിറ്ററി. ഈ മിലിറ്ററി സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഈ മിലിറ്ററി സെക്യൂരിറ്റിയുടെ ഇരിക്കുന്ന ഒരു മിലിറ്ററി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മിലിറ്ററി ഓഫീസർ മരണപ്പെട്ടത്. അത് ഫയറായിരുന്നു. ഫയറെന്ന് വെച്ചാൽ ഒന്നിച്ചിരിക്കുന്ന അവൻ്റെ ഒന്നിച്ചിരിക്കുന്ന ഓഫീസറിൽ നിന്ന് ഗണ്ണ് താഴെ കൊണ്ട് കാഞ്ചി വലിഞ്ഞ്, അങ്ങനെ അബദ്ധവശാൽ അയാളെ തലക്കണ്ണടിച്ച് സ്പോട്ടിനെ മരിച്ചു. ഈ എംബസിൻ്റെ ആ സെക്യൂരിറ്റി അതിനകത്ത്. കാണുന്നതിൽ ജുഫേറാണ് കേട്ടോ. അങ്ങോട്ട് കാണുന്നത് ജുഫേർ. ഇത് സൂര്യ ഉദിച്ചിങ്ങനെ വരുന്നതാണ് കേട്ടോ. അവിടുന്ന് നമുക്ക് സൺറൈസൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൂര്യ വെച്ച് വന്നു. നല്ല അടിപൊളി വൈബാണ്. ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ ഏറ്റവും ടെറസിൽ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇവിടെ ഒരു ഏറ്റവും ടോപ്പിൽ പൂളുണ്ട്. ഇതിനകത്തൊരു സ്വിമ്മിങ് പൂളുണ്ട് ഇവിടെ. ഇതാ നല്ല വൈബ്. അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി രസമാണ്. ലൈറ്റും രാത്രി ആകുമ്പോൾ ഫുള്ള് ലൈറ്റ്. അതിനകത്തൊക്കെ അടിയൊക്കെ താഴൊക്കെ ലൈറ്റ് ഉണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വെള്ളമാണ്. വൈറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് താഴെ പോവാം. ബിയറിൻ്റെ ഡബ്ബയൊക്കെ കാണുന്നുണ്ട്. ബിയറൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ രാത്രി അതിൽ ബിയറൊക്കെ അടിച്ചിട്ടിടെ കുളിക്കുന്നുണ്ടാവും. ബിയറിൻ്റെ ഡബ്ബ അങ്ങോട്ടേക്ക് കാണുന്നുണ്ട്. പിന്നെ ബഹ്റിനിൽ വലിയത് കോമൺ അല്ലേ, കള്ളും ബിയറും എല്ലാം. ഇത് ഷൂറ കൗൺസിലാണ്, പാർലമെൻറ്റ്. ബഹ്റിൻ്റെ പാർലമെൻറ്റാണ് ഈ കാണുന്നുള്ളത്. അങ്ങനെ സെറ്റ് കടയിൽ മജ്ലിസ് അൽ ഷൂറ വൽ നവാബ്, ഷൂറ കൗൺസിൽ ആൻഡ് കൗൺസിൽ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. മജ്ലിസ് കാണുന്ന ട്വിൻ ടവറൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി. ഇത് അങ്ങോട്ട് മനാമ സൈഡ് കേട്ടോ. ആ കാണുന്ന നല്ല ബിൽഡിങ് മനാമയാണ്. അങ്ങോട്ട് കാണുന്ന മനാമ. പിന്നെ ബീച്ച് സൈഡുണ്ട്. അവിടെ ബീച്ച് കോർണിഷ്. ഇപ്പോൾ ലുലു കാണുന്നുണ്ട്. അതെ ലുലു. അങ്ങോട്ട് കാണുന്ന മനാമ കേട്ടോ. കാണുന്നത് മനാമ. നല്ല അടിപൊളി രസമുണ്ട്. നല്ല ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ഇങ്ങനെ തട്ടായിട്ട് കാണാൻ നല്ല വൈബല്ലേ. ഇതിൻ്റെ മേലെ നമ്മളെല്ലാം കാണാം. നല്ലൊരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ. പാർക്കിംഗ് നല്ല അടിപൊളി വൈബല്ലേ. ഓരോ നമ്പർ ഇട്ടൊരു പാർക്കിംഗ്. ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റ് നമ്പറാണ് കാണുന്നത്. ഓരോ നമ്പറാണെന്നില്ലേ. നല്ല ഫ്ലാറ്റ് നമ്പറാണ്.
47, 45, 43 അങ്ങനെ ഫ്ലാറ്റ് നമ്പർ. ഇത്തോപ്യ പണ്ടാ നടന്നിങ്ങനെ പോകുന്നുള്ളത്. ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്നതാണ്, ഡ്യൂട്ടിക്ക് പോകുന്നതെന്ന് അറിയില്ല. ഇത് മേലെ കാണാൻ നല്ല രസമല്ലേ, അത് നടന്നിങ്ങനെ പോകുന്നതാണ്. ഇത്തോപ്യ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോവാം. ഡ്യൂട്ടി കഴിഞ്ഞ് വരേക്കും. ലോങ് കാണുന്ന മനാമ കേട്ടാ, അങ്ങോട്ട് കാണുന്ന മനാമയാണ്. ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഷൂറ കൗൺസിൽ, അതായത് പാർലമെൻറ്റ്. പിന്നെ അങ്ങോട്ട് എംബസിയും കാര്യം, പിന്നെ ക്ലബ്ബ് ഇതൊക്കെ ഉള്ളത് ആ ഭാഗത്താണ്. ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ. ഇത് വേറെ കിഴക്കൻ പ്രദേശമാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലമാണ്. പാർക്കിംഗ് ഉണ്ട്, ഇത് കച്ചാ പാർക്കിങ്. അങ്ങോട്ട് നേരെ അങ്ങോട്ട് കടലാണ്. അതിങ്ങനെ ലൈറ്റ് അടിക്കുന്നില്ലേ, ഈ കടലാണ്. ഇങ്ങനെ വെളിച്ചം സൂര്യപ്രകാശം കാണുന്ന കടലാണ്. പക്ഷേ അങ്ങോട്ട് നല്ല ഫോഗ് ആയതുകൊണ്ട് കാണുന്നില്ല ക്ലിയർ. പിന്നെ അങ്ങോട്ടൊന്ന് നല്ല സൺലൈറ്റ് വരുന്നതുകൊണ്ട് ക്ലിയർ കുറവാണ്. റോഡൊക്കെ ബഹറിൽ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ റോഡ്, ഭയങ്കര അടിപൊളി സെറ്റപ്പ്. ഇവിടുത്തെ ഡ്രൈവിങ് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. അങ്ങനെ നമ്മൾ സൗദിയിലെ പോലെ റോങ് ഡ്രൈവിംഗ് ചെയ്യുന്നില്ല. സൗദിയിൽ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്, പക്ഷേ മുമ്പൊക്കെ സൗദിയിലൊക്കെ ഭയങ്കര റോങ്. ഇപ്പം ഉണ്ട് 90% ഇനിയും ശരിയാവാനുണ്ട്. 10% ശരിയായിട്ടുള്ളൂ സൗദിയിലത്തെ ഡ്രൈവിങ്. ഇതാണ് ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ നമ്മളിപ്പോൾ സാധാരണ ശ്രീകാന്ത് പോലെ ചെറിയ പള്ളിയാണ്. ഇപ്പോൾ ഗ്രൗണ്ട് കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നേരെ കാണുന്ന അങ്ങോട്ട് ജുഫേർ, അതൊരു ഗ്രൗണ്ടാണ്. അതൊരു ഗ്രൗണ്ട്. നമുക്ക് നമ്മുടെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാം. നമ്മളെ ബിൽഡിങ്ങിന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്. അങ്ങനെ പാർക്കിലേക്ക് വന്നത്. അന്ന് പാർക്ക് ഹദീഖൽ വഹദ്, ഇതാണ് പാർക്ക്. ഇന്ന് പാർക്ക് രാവിലെ തന്നെ പാർക്കിൽ കളിക്കാൻ കുട്ടികൾക്ക് വന്നിട്ട് പൂച്ചയുണ്ട് ഇവിടെ. പാർക്കിലേക്ക് കയറി ഉണ്ട്. പാർക്കിൽ രാവിലെ ആയതുകൊണ്ട് വലിയ ആവുന്നില്ല. അവിടെ പക്ഷികൾ കുടിക്കുന്നുണ്ടല്ലേ രാവിലെ. സൺബാത്താ കുടിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട്. മണലൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ വോളിബോളിൻ്റെ ഇതുണ്ടല്ലേ, ഇതിൻ്റെ പോസ്റ്റ് ഉണ്ട്. ഇത് വെള്ളമൊക്കെ ഇടിക്കുന്നുണ്ട് ഫുൾ പാർക്കിൽ. പച്ചപ്പുല്ലും കാര്യം അപ്പുറത്ത് ഇതുണ്ട് കുട്ടികൾക്കാണല്ലേ. സ്ലിപ്പിംഗ് അല്ലേ, ഗെയിംസ് കുറേ ഉണ്ട്. ഓപ്പൺ ജിം ഉണ്ടാണ് അല്ലല്ലോ, ഓപ്പൺ ജിമ്മിലല്ല ഇല്ല. സിറ്റിംഗ് സീറ്റ്, ഊഞ്ഞാൽ, സ്ലിപ്പിംഗ്, ഇതൊക്കെ ഉള്ളൊരു പാർക്കായത്. ഇത് ചുറ്റിലും ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റുള്ളവർക്കുള്ള ഒരു പിന്നെ പാർക്കാണ് ഇത്. അപ്പോൾ ഇത് ചുറ്റിലും ഉള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വൈകുന്നേരങ്ങളും രാവിലെ വന്നിട്ട് ഉല്ലസിക്കാനുള്ള ഒരു പാർക്കാണ് ഈ കാണുന്നുള്ളത്. കുറച്ച് കുട്ടി ഒരു ഫാമിലി ഇങ്ങനെ കളിച്ചുകൊണ്ടുണ്ട് ഇവിടെ. ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാൽ റബ്ബറിൻ്റെ ഇരിപ്പിടാണ്. ഗ്ലാസ് ഇട്ട് വെച്ചാൽ കുട്ടികൾ ഫാമിലിയൊക്കെ ഉള്ളവർക്ക് ഇവിടെ കുട്ടികളെ കൊണ്ട് കളിക്കാൻ നല്ല വൈബുണ്ടാവും. ഈത്തപ്പഴം സൗദിയിലേക്ക് വിട്ടില്ല കേട്ടാ. സൗദിയിലേക്ക് രാവിലെ ഇപ്പം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി, ഏകദേശം 6 മണീൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ഉച്ചക്കല്ല രാവിലെ സൗദിയിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ പ്ലാനിങ് ചെറിയൊരു മാറ്റം വരുത്തി. രാത്രി പോകാമെന്ന് കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നുള്ളത് മനാമ, അതായത് ഇവിടുന്ന് ബസ്സിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നുള്ളത്. മനാമയിലേക്ക് പോകാം. മനാമയിൽ ഹുദൈബിയ ഹൂറയിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ മനാമയിലേക്ക് പോകും. മനാമയിൽ ബസ്സിൻ്റെ എക്സ്പ്ലോർ ചെയ്യുക, മനാമ എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ രാത്രിയാണ് സൗദിയിലേക്ക് വിടുന്നത്. രാത്രി ഏകദേശം ഒരു 9-10 മണിയാകുമ്പോൾ ടാക്സി വിളിച്ച് വിടും. രാത്രിയുള്ള വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മനാമ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ബസ്സിൻ്റെ കാഴ്ചകൾ കാണാം, മനാമയിലത്തെ കാഴ്ചകൾ കാണാം. ഇത് ഹുദൈബിൻ്റെ ഉൾഭാഗമാണ്. അതായത് മെയിൻ റോഡല്ല, അതിനകത്തുള്ള ഒരു ചെറിയ റോഡാണ്, ഇൻ്റർലോക്ക് റോഡ്. നല്ല ക്ലീൻ ആൻഡ് ബ്യൂട്ടി. ഇത് ഷീഷൻ്റെ ഹുക്കാല വലിക്കുന്ന ഒരു ഷോപ്പാണ്. ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് രാത്രിയാകുമ്പോൾ ആക്റ്റീവ് രാവിലെ വരെ ഉണ്ടാവും. വണ്ടി ഓണടിച്ച്
നമ്മൾ വൈമാറാണ്ട് പറയുന്നത് നമ്മൾ റോഡിൻ്റെ സൺ ടൈപ്പ് ഇതെല്ലാം ശീശ വെക്കുന്ന ഷോപ്പും കാര്യമൊക്കെ നിൻ്റെ ഉള്ളതല്ലോ. ഇത് ബ്യൂട്ടി പാർലർ, അത് ശീശ ഒക്കെ അങ്ങനത്തെ വെക്കുന്ന ഷോപ്പുകൾ. അതേപോലെ രാവിലെ പോയ പാർക്കെന്നാണ് കാണുന്നത്. ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ നല്ല പബ്ലിക് ഉണ്ട് അതിനകത്ത്. വൈകുന്നേരമല്ല, നല്ല ആളുണ്ടാവും. ഇപ്പോൾ ഗുദേബിയിലുള്ള കൊമഡോർ ഹോട്ടലാണ്. കൊമഡോർ ഹോട്ടൽ ഇവിടെ ഒരു സെന്താൻ റെസ്റ്റോറൻറ്റ്. സെന്താൻ റെസ്റ്റോറൻറ്റ് ബാറാണത്. ഇത് BBK ബാങ്ക്. BBK ബാങ്ക് ഇത് കച്ചാ പറയുന്നത് ഫുള്ള് റഷ്. എപ്പം നോക്കിയാലും ഇവിടെ ഫുള്ളായിരിക്കും പാർക്കിങ്. പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്തിൽ കുറേ ദൂരം പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ വണ്ടി കൊണ്ട് വരാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല. നമ്മൾ ഗുദേബിൻ്റെ തെരുവിലോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഏകദേശം നമ്മൾ ഹൂറ റോഡിലേക്ക് എത്തിയിരുന്നു. ഹൂറൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. ഹൂറ ഗുദേബിയ റോഡിൽ നിന്ന്, ഇത് ഗുദേബിയെന്ന്, ഇത് ഭാഗത്തിൽ ഗുദേബിയെന്ന് ഹൂറിലേക്ക് വരുമ്പോൾ കിട്ടുന്ന റൗണ്ട് പോട്ടാണ് ഇത്. ഇതിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡിപ്ലോമറ്റ് ഏരിയ, അതായത് നല്ല VIPs എംബസിയും കാര്യമൊക്കെയുള്ള ഏരിയ അങ്ങോട്ട് ലാസ്റ്റ്. ഈ റോഡിൽ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഞാടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഗുദേബിയെന്ന് വന്ന റോഡിലാണ്. ഗുദേബിയെന്ന് നേരെ ഹൂറയിലേക്ക് വന്ന റോഡ്. ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പ് എവിടെ? ഈ ഭാഗത്താ? ഈ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ്. ബസ് കയറി ചെയ്ത് നമ്മൾ നേരെ മനാമയിലേക്ക് വന്നു. ഇവത്തെല്ലാം ഹൂറാണ്. ഇത് ഹൂറിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഫുള്ള് ഹോട്ടൽ തന്നെയാണ് കേട്ടോ, അപ്പാർട്ട്മെൻറ്റുകൾ. ഇപ്പോൾ സൗദികളെ കാലാണ്. സൗദികളാണ് ഫുള്ളുള്ളത്. നോക്കൗട്ട് ജിംനേഷ്യാട്ടോ. ജിംനേഷ്യൻ അതിൻ്റെ പ്രോട്ടീൻ കാര്യമൊക്കെ വെക്കുന്ന ഷോപ്പാണ്. ഇപ്പോൾ ഈ റോഡ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഹൂറയിൽ നിന്ന് വരുന്ന ലാസ്റ്റ് റോഡ് ഈ ലാസ്റ്റ് സിഗ്നൽ, ഇപ്പോൾ ചെറിയ സിഗ്നൽ, ഈ സിഗ്നൽ കഴിഞ്ഞാൽ അപ്പുറത്തെ സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ജുഫേറിലേക്ക് കേട്ടോ. ജുഫേറിലേക്ക് പോകുന്ന റോഡാണ്. ജുഫേർ അതായത് മെയിൻ. പിന്നെ അവിടുന്ന് ഹൈവേ, അതായത് സൗദിയിലേക്ക് പോകുന്ന റോഡൊക്കെ അവിടുന്ന് രക്ഷിക്കും. റോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതായത് 2 വർഷം മുമ്പുള്ള റോഡൊന്നുമല്ല ഇപ്പോൾ. നല്ല അടിപൊളിയായിട്ട് അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്യും കാര്യമായിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് റോഡുള്ളത്. കുറേ ട്രാഫിക്കെല്ലാം ഒഴിവായിട്ടുണ്ട്. നല്ല സെറ്റപ്പ്. ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ആ ബസ് സ്റ്റോപ്പിലെത്തി. ഇത് തൽക്കാലം ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. എക്സിബിഷൻ അവന്യൂ, ആ കടയിൽ ബോർഡാണല്ലോ, എക്സിബിഷൻ അവന്യൂ ഗുദേബിയ. ഇവിടുന്ന് ബസ്സിൽ നമ്മൾ നേരെ പോകുന്നുള്ളത് മനാമയിലേക്ക്. ഇതാണ് ഗുദേബിയ എക്സിബിഷൻ അവന്യൂ 5. ഇവിടെ നമ്മൾ ബസ് ഇട്ട് നേരെ മനാമയിലേക്ക് ബസ് വരുന്നുണ്ട്. ഇത് ഈ റോഡിലുണ്ടല്ലോ, അതായത് ഹൂറയിൽ പോകുന്ന ഈ എക്സിബിഷൻ റോഡിൽ ഓരോ മണിക്കൂറൊക്കെ ബസ് ഉണ്ട് കേട്ടോ. അപ്പുറം വേറെ പാലസ് അവന്യൂ ഉണ്ട്. പാലസ് അവന്യൂ അതായത് പാലസ് പള്ളിയുടെ അടുത്ത് നിന്നുള്ള ആ റോഡുണ്ട്. അതിനോട് ഇഷ്ടംപോലെ ബസ്സുണ്ട്. 5 മിനിറ്റ് 5 മിനിറ്റ് ബസ്സുണ്ട്. ഇതിപ്പോൾ 6:07 വരെ 6:07 കറക്റ്റാമത് ബസ് വരുന്നുണ്ട്. 6:06 കറക്റ്റ് ടൈമിംഗ് ആണ്. ബസ് വന്നുകൊണ്ടുണ്ട്. ആ ബസ്സിലാണ് 42 നമ്പറാണ് ബസ് നേരെ മനാമയിലേക്ക്. 300 ഫിൽസിനാണ് ബസ്സിന് അങ്ങോട്ട് ചാർജ് വരാക്ക്. ഇതെല്ലാം നമുക്ക് ബസ്സിൽ കയറാം. നമുക്ക് പോയിന്റ് ആളെന്തെങ്കിലും തിരക്കുന്നില്ല. റൗണ്ട് പോട്ട് ഉണ്ടോ? ലെഫ്റ്റ് പോകുന്ന നേരം ഗുദേബിയ റോഡ് തമ്മിൽ ലെഫ്റ്റ് സ്ട്രൈറ്റ് വന്നു. ഹൂറ വഴി നേരെ മനാമയിലേക്ക്. അത് എക്സിബിഷൻ റോഡായിരുന്നു കാണുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷൻ, ഹൂറ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ്. ബസ്സിൽ ഈ സമയത്തുകൊണ്ടേക്ക് വലിയ തിരക്കൊന്നും
ലേസ് അതെല്ലാം ആയിട്ടുള്ള ഷോപ്പുകളാണ് ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ. സൈഡ് ഗ്ലാസ് ചെറിയൊരു പിന്നെ ബ്ലാക്ക് സ്റ്റിക്കറിലോട്ട് ഇത്ര ക്ലിയർ ഇല്ല. പുറത്തേക്കുള്ളത് കുഴപ്പമില്ല, ഗ്ലാസ്സിന് നല്ല ക്ലിയറാണ്. അതുകൊണ്ട് പുറത്തുള്ള മ്യൂസിക് നല്ല വാല് കാണുന്നില്ല. പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അത് പോലീസ് സ്റ്റേഷൻ. ബെല്ലാണ് നമുക്ക് കുറച്ച് ചെയ്താലേ ഇത് വണ്ടി ബെല്ലായിരിക്കും സ്വിച്ച് അതല്ലേ ഇതെല്ലാം ഓരോ ഇത് പൊട്ടതിലുണ്ട് ഇങ്ങനെ വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ ഇവിടുത്തെ ഗോസി മോൾ അങ്ങനത്തെ നല്ല ഷോപ്പ്, ഒരുപാട് ഷോപ്പാണ്. മൊബൈൽ ഷോപ്പ്, പിന്നെ ആക്സസറീസ്, സിം കാർഡ്, പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, വാച്ചിൻ്റെ, പെർഫ്യൂം, അങ്ങനെ എല്ലാം ഉള്ളൊരു ഷോപ്പിംഗ് മോളാണ് ഇതിനകത്ത്. നല്ല സെറ്റ് ഗോവയിലൊക്കെ വലിയ ഷോപ്പിംഗ് മോളായത് ഗോസി മോൾ. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പുറത്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് റോഡും പാർക്കിങ് കാര്യം അതിൻ്റെ അപ്പുറത്താണ്. ഇതിപ്പോൾ മെയിൻ റോഡായതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. മെയിൻ എൻട്രൻസ് അപ്പുറത്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഗോസി മോൾ കാണുന്നത്. ലാസ്റ്റ് ടി ജംഗ്ഷനിൽ സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആണ് മനാമയിലേക്ക്, അത് റൈറ്റ് പോയി കഴിഞ്ഞാൽ ജുഫയിലേക്ക്, പിന്നെ മുഹറിലേക്ക് അങ്ങനെ പോവാം. ഹൈവേയിൽ മെയിൻ ഹൈവേ റൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ടാങ്ക്, ദൂരെയുള്ള വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് വാട്ടർ ടാങ്ക് ജംഗ്ഷൻ. അതായത് ഗോസി മോളിൽ നേരെ ഓപ്പോസിറ്റ് വാട്ടർ ടാങ്ക് ജംഗ്ഷൻ. കാരണം ഫ്രണ്ടിലെ നോർമൽ ആൾക്കാർ കയറും. അപ്പോൾ അവിടെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇറങ്ങുന്നത് ഈ സാറിൻ്റെ ബാക്കിൽ നോക്കാം. ഇറങ്ങാൻ അവിടെ ബാക്ക് ഡോർ, ബസ്സിനകത്ത് കയറാൻ വേണ്ടി ഫ്രണ്ട് ഡോർ. ആ കാണുന്ന പള്ളി ഉണ്ടല്ല, ആ പള്ളി അവിടെ നിന്ന് ബൈത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഇതൊക്കെയുള്ളത് കെട്ടിടം. ബൈത്തുൽ ഖുർആൻ, അതായത് ഖുർആൻ ചരിത്രങ്ങളും മ്യൂസിയം കാര്യമൊക്കെ ആയിട്ട് അതിനകത്തുണ്ട്. ഗോറയിലുള്ള ബൈത്തുൽ ഖുർആൻ ആ കാണുന്ന പള്ളി. ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് കേട്ടോ. ബസ് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഇന്റർനാഷണൽ കാർഡായതുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണക്ട് ആയി ബസ്സിനകത്ത്. ഇപ്പോൾ വേറെ ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഈ പള്ളീൻ്റെ ബാക്കിൽ ഫുള്ള് ഷിയാക്കളാണ് കേട്ടോ. ഷിയാക്കൾ കോളനിയാണ്. അതായത് മുഹറം, ഇപ്പോൾ മുഹറായല്ലോ, മുഹറത്തിൻ്റെ അവിടെ മുഹറം 1 മുതൽ 10 വരെ ഭയങ്കര പരിപാടിയും അവിടെ സ്റ്റേജും പിന്നെ ഭക്ഷണവും ഫുഡും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായി ആ പള്ളീൻ്റെ ബാക്കിൽ. അത് അങ്ങോട്ട് ഉള്ളോട്ട് ശരിക്കും അവിടെ നിർത്തിയാൽ സ്റ്റോപ്പില്ല. അവിടെ ലസിക്കലുണ്ടായിരുന്നു, ലസിക്കലിൽ സ്റ്റോപ്പ് ചെയ്ത ലസിക്കലുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് ഭയങ്കര പരിപാടിയായിരിക്കും. മുഹറം 10 പിന്നെ പറയാൻ വേണ്ട, അത് ബഹറിൽ മൊത്തത്തിലുണ്ടാവും. ഒരു ഘോഷയാത്രയും പിന്നെ കത്തി കൊണ്ടുള്ള പരിപാടിയും നെഞ്ഞത്തടിയും കൈകൊണ്ടടിയൊക്കെ ആ സമയത്തുണ്ടാവും. മുഹറം 10 ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അങ്ങോട്ട് കാണുന്നില്ല, ലെഫ്റ്റ് സൈഡ് നേരെ കാണുന്നതാണ് ഡിപ്ലോമാറ്റിക് ഏരിയ. ഫുള്ള് എംബസി കാര്യം, ഫുള്ള് സ്റ്റാർ VIP ഹോട്ടൽസ്, VIP ഒരുപാട്. പിന്നെ പോർട്ടുണ്ടാവും, അവിടുത്തെ പോർട്ട്, പിന്നെ ഷോപ്പിംഗ് മോള്, VIP അപ്പാർട്ട്മെൻറ്റിലുള്ള ആ സൈഡാണ്. ഇത് നമ്മൾ മനാമയിലേക്ക് ഏകദേശം എത്താറായി. മോദാ മോൾ गाड़ी निकाल के जाना मुश्किल है। ये हाँ तो आपसे ऐसे फ़ोन लग गया। ठीक है, इंशाल्लाह कोशिश करते हैं। उधर रहा इधर रहा यार मुझे लोना ഗേറ്റ് ബഹ്റൈൻ ഗേറ്റിന് കാണില്ല. नंबर बस्സാണ്. അത് ജോയ് അലിക്കാസി ക്യാപ്സി ഒക്കെ അവിടെ കാണാം. ജോയ് അലിക്കാസി ക്യാപ്സി
സൈഡാണ് നമുക്ക് മാർക്കുണ്ട്, ഒരു സൂപ്പ്, പഴയ സൂപ്പ്. നമുക്ക് ക്ലോസ് ചെയ്യാം. ബഹ്റൈൻ ഗേറ്റ് പോലീസ് സ്റ്റേഷനാണ്. ഇത് 10ാം നമ്പർ ബസ്സാണ്, നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. ആയിരത്തി 1949 കേട്ടോ ഈ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. 1949 ഉണ്ടാക്കിയത് പോലീസ് സ്റ്റേഷനിൽ. ഇത് ബാക്കിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ, മനാമ പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ ബഹ്റൈൻ്റെ പോലീസാണ് വണ്ടി ഷൂട്ടാണ്. അതിൻ്റെ ഡ്രസ്സുണ്ട്, കളർ ബ്ലൂ ആൻഡ് വൈറ്റ്. ആ സൂക്ക് കേട്ടോ, സൂക്ക് ഡ്രസ്സ് കയറുമ്പോൾ തന്നെ ഇത് ചൈനത് ഉണ്ട്. ഈ സൈഡിൽ മനാമ മെയിൻ മാർക്കറ്റ് ആ സൈഡാണ്. അതായത് മനാമ കാണുന്നത് ആ സൈഡാണ്, റൈറ്റ് സൈഡ് കാണുന്നത്. അങ്ങോട്ട് കാണുന്നത് മനാമ ഫുള്ള് മാർക്കറ്റാണ്. അങ്ങോട്ട് കാണുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് കയറാം. അത് ഫേമസ് ആയിട്ടുള്ള സൂക്ക്, അതായത് പഴയ സൂക്കാണ്. സൂക്ക് എന്ന് വെച്ചാൽ മാർക്കറ്റ്. ഇപ്പോൾ ബിസി ബഹ്റൈൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡിക്യാപ്സ് കുറേ പഴയ ഇതൊക്കെ ഇതിനകത്ത്. ലൈറ്റാണ് കരുതേ, ലൈറ്റ് അല്ല. പക്ഷേ ഫോറൽസ് പോലെ ഉണ്ടല്ലോ ഈ മാർക്കറ്റ്. ട്രഡീഷണൽ ഹാൻഡിക്യാപ്സ് ലൈറ്റിംഗ് ആട്ടോ. ഇത് നല്ല ലൈറ്റിങ്, പിന്നെ ചെയർ, ജ്വല്ലറി. സിനിമ സൂക്ക്, സിനിമ ഹോട്ടലാണ്, കാഫിയാ കാണുന്നത്. തുണി കൊണ്ടുള്ള ഇതാണ് കാണുന്നില്ല. ഈ പോലത്തെ തലയാണ്, ഇത് ചാക്ക് പോലെ കുഷ്യൻ പോലത്തെ ട്രഡീഷണൽ തടി കൊണ്ടുണ്ടാക്കിയത്, മരം കൊണ്ടുണ്ടാക്കിയത്. മരം കൊണ്ടുണ്ടാക്കിയ സാധനം. ഷോപ്പ് കാലിക്കുലേഷൻ പേപ്പറിന് ഉണ്ടാക്കിയത്. ചെഗുവേറിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചെഗുവേറിൻ്റെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുന്ന ഇത് സ്പ്രേ പെയിനോട് ഉണ്ടാക്കിയത് കേട്ടോ. കാലിഗ്രാഫ് സ്പ്രേ പെയിന്റ്. നല്ല അടിപൊളി പൈപ്പിലെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇത് ഇലക്ട്രിക്കലല്ലേ, അതിനകത്ത് ഫുള്ള് തന്നെ ലൈറ്റിംഗ്. നല്ല ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടി നല്ല ട്രഡീഷണലാണ്. ഇത് സുവനീർ, ഇത് ബഹ്റൈൻ്റെ സുവനീറാണ് കാണുന്നത്. പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ. ഗ്രാൻഡ് മോസ്ക്, ഇത് ഗ്രാൻഡ് മോസ്ക് അല്ലേ.
ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഫുള്ള് ഗോൾഡ് മാർക്കറ്റ് കേട്ടോ. എനിക്ക് ജ്വല്ലറി മാരേജ് ഗോൾഡ് ഇത് പാനിപ്പൂരി ഷോപ്പ് ഫുള്ള് ഗോൾഡ് ഷോപ്പായിരിക്കും. ജ്വല്ലറി ഷോപ്പ് ഇതൊരു ഗോൾഡ് സുക്കാണ്. ഗോൾഡ് മാർക്കറ്റ് ഇതിൻ്റെ ബാക്കിൽ മാർക്കറ്റ് ജ്വല്ലറി ഇതിന് ഫുള്ള് ജ്വല്ലറി അല്ല. ചൂട് കുറവാണ് പ്രദേശം. അങ്ങോട്ട് നമ്മൾ സുഖമല്ലോ. അത് ഫുള്ള് ഡ്രസ്സിൻ്റെ ഫുള്ള് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഷോപ്പാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫുള്ള് ജ്വല്ലറിയാണ്. ഇപ്പം നല്ല ആക്റ്റീവ് ആണെന്നല്ലോ. ഇപ്പം നല്ല റഷ് കൂടുതൽ. ഇപ്പോൾ ഈ സമയത്ത് ഇത്ര റഷ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല റഷാവും. പള്ളി പോവാം. ഒരു പള്ളിയുണ്ട് ഇത്. ഈ ഗല്ലിനുള്ളിൽ നിന്ന് ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇത് ശ്രീകൃഷ്ണ ടെമ്പിളാണെന്ന് തോന്നുന്നു. ഗോൾഡ് മാർക്കറ്റിനകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. പള്ളിയാണല്ലോ. സ്കെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. സ്കെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ മനാമയിലുള്ള നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ വലിയ ലെങ്ത് ആക്കുന്നില്ല. നമുക്ക് മനാമയുടെ അതായത് നൈറ്റ് ലൈഫും കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായത് അടുത്ത വീഡിയോ മനാമിലത്തെ നൈറ്റ് ലൈഫ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ബഹ്റൈൻ ഗേറ്റ്, അതായത് മനാമ ഗേറ്റും ബഹ്റൈൻ ഗേറ്റിനൊക്കെ അതൊരു ഏരിയ ആണ്. നല്ലൊരു പിക്കൊക്കെ ഈ ഷോപ്പിനകത്ത് മാർക്കറ്റാണ്. മനാമയിലുള്ള മാർക്കറ്റ്, മനാമ സൂക്ക്.